ജീവിതം ധന്യമായി തീർന്നിടും. ജീവിതം ധന്യമായി തീർന്നിടും. വിശ്വസിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വിശ്വാസം എന്ത് ചെയ്യണം? നമ്മൾ ഇപ്പം അവനിൽ അയച്ചവന് വിശ്വസിക്കുക, അതാണ് ദൈവഹിതപ്രകാരമുള്ള പ്രവൃത്തി. അങ്ങനെ വിശ്വസിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ വിശ്വാസം പ്രവൃത്തികളാലാണ് നീതീകരിക്കപ്പെടുന്നത്. മനുഷ്യൻ വിശ്വാസം കൊണ്ട് മാത്രമല്ല പ്രവൃത്തികളാലുമാണ് നീതീകരിക്കപ്പെടുന്നതെന്ന് നിങ്ങൾ അറിയുന്നു. അപ്പോൾ ഇതാണ് ദൈവഹിത പ്രകാരമുള്ള പ്രവൃത്തി. അവിടുന്ന് അയച്ചവന് വിശ്വസിക്കുക, അതല്ലേ നമ്മൾ കണ്ടത്. ഇപ്പം വിശ്വസിക്കുന്ന ഈശ്വര് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നു പറഞ്ഞിട്ട് കാര്യമില്ല. എന്ത് ചെയ്യണം? എന്താണ് ഈ യാക്കോബ് 2:24 വർക്കൗട്ട് ചെയ്യണം. എന്താണ് അത്? ഒന്നൊരു വായിച്ചേ. മനുഷ്യൻ വിശ്വാസം കൊണ്ട് മാത്രമല്ല പ്രവൃത്തികളാലുമാണ് നീതീകരിക്കപ്പെടുന്നതെന്ന് നിങ്ങൾ അറിയുന്നു. അപ്പോൾ ദൈവഹിത പ്രകാരം ജീവിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം എന്താണ്? അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക എന്ന് വെച്ചാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിശ്വാസം നീതീകരിക്കപ്പെടുന്നത് പ്രവൃത്തികൾ വഴിയാണ്. അതാണ് ഈ ഉടമ്പടി എന്ന് പറയണത്. പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ എന്ത് പ്രവൃത്തികളാണ്? എന്തെങ്കിലും പ്രവൃത്തികളാണ്? അല്ല. പിന്നെ എന്താണ്? അവൻ പറയണ പോലെയുള്ള പ്രവൃത്തികൾ, അവൻ പറയണ പോലെ ചെയ്യുക, അതാണ് വിഷയം. അവൻ അത് വായിച്ച് യോഹന്നാൻ 2:5. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. അപ്പൊ ഈ അവൻ നിങ്ങളോട് ദൈവഹിത പ്രകാരമുള്ള പ്രവൃത്തി എന്താ? ദൈവഹിത പ്രകാരം ജീവിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന ചോദ്യത്തിന് ഉത്തരം എന്താണ്? അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. എന്ത് വിശ്വസിക്കണം എന്നുള്ള ഉത്തരം എന്താണ്? വിശ്വാസം പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുന്നു. എന്ത് പ്രവൃത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? അവൻ പറയുന്നത് പോലെ ചെയ്യുക. ഇത് ഇൻ്റർകണക്റ്റഡാണ്. അപ്പോൾ ദൈവഹിത പ്രകാരമുള്ള പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ഉടമ്പടി ജീവിതമാണ്. കൈയടിച്ച് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ദൈവം ഒരിക്കലും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ കാര്യമല്ലേ ഉറപ്പായിട്ട് പറയാൻ പറ്റത്തുള്ളൂ. ദൈവം ഒരു വിശ്വാസത്തിൻ്റെ സബ്ജക്റ്റേ അല്ല. ദൈവം ഒരു വിശ്വാസത്തിൻ്റെ സബ്ജക്റ്റ് ആകണത് ആധ്യാത്മികതയുടെ ആദ്യ തലങ്ങളിൽ മാത്രമാണ്. പിന്നീട് നമ്മൾ വിശ്വസിക്കുകയല്ല, നമ്മൾ കാണുകയാണ്. ഉടമ്പടിയിൽ എന്നൊക്കെ പറയണത് ഇപ്പം തന്നെ ആ ചേച്ചിയുടെ അവർക്ക് ഈ അറിവ് അഭിഷേകമായിട്ട് മാറും. അതുകൊണ്ടാണ് ഞാൻ അവരെ ആശീർവദിക്കുമ്പോൾ അവർ ജ്ഞാനസാരത്തിരിയും മേടിച്ചുകൊണ്ട് പോകണം. ഇനി ഉറപ്പായെന്നും പറഞ്ഞ് പോകണെന്താണ്? അറിവിനങ്ങനെ ഒരു ഗുണമുണ്ട്. നിങ്ങളെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഉടമ്പടി ഞാൻ 5 പുതുക്കി 15 പുതുക്കി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്തുകയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ അറിവിൻ്റെ തലത്ത് നിന്ന് അഭിഷേകത്തിലേക്ക് മാറിയാൽ നോക്കണം. ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ നല്ല രസമാണ്. ആധ്യാത്മികത എന്ന് പറഞ്ഞത് നല്ല ഡെപ്തുള്ള വിഷയമാണ്. അറിവ് കുറേ നാളായില്ലേ നിങ്ങൾ അതിൻ്റെ അകത്ത് ജീവിക്കുന്നവരില്ലേ? അപ്പോൾ അങ്ങനെയുണ്ട്. അതിൻ്റെ ആനുപാതികമായ വളർച്ച ഉണ്ടാകണം. നിങ്ങൾക്ക് ചുറ്റും തീയുണ്ടാകും, പുകയുണ്ടാകും,
നിങ്ങളുടെ മക്കൾ തോന്നിവാസികളാകും, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഭർത്താവ് വെള്ളമടിക്കാരനാകും, അല്ലെങ്കിൽ ഭാര്യ നിങ്ങളുടെ ആത്മീയം അംഗീകരിക്കാത്ത ആളാകും. വീട്ടിൽ മക്കളാരും നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമ്പോൾ തന്നെ ചിരി വരും, അവർക്ക് നിങ്ങളെ ആക്ഷേപിക്കും. അങ്ങനെ പല കാര്യങ്ങൾ വീട്ടിൽ നടക്കും. നിങ്ങൾ തീയിലൂടെ നടക്കുമെന്ന് ഈശോ പറഞ്ഞല്ല, അത് തീയാണ്. പക്ഷെ എന്താണ് സംഭവിക്കുന്നത്? തീ നിങ്ങളെ പൊള്ളിക്കുകയില്ല. അതാണ് അഭിഷേകം എന്ന് പറയുന്നത്. എടുത്തത് വചനെടുത്ത് യെശയ്യാ 43:2. സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ പറഞ്ഞേ, സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല. അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല. നടക്കത്തില്ലെന്നല്ല സംഭവം, നടക്കും. ഞാനും നടക്കും, നിങ്ങളും നടക്കും. കർത്താവും നടന്നതാണ്, അമ്മയും നടന്നതാണ്. ഇവരെല്ലാം അഗ്നിശോധന കഴിഞ്ഞ ആൾക്കാരാണ്. അഗ്നിശോധന എന്തിനാണ് വെച്ചിരിക്കുന്നത്? അഗ്നിശോധനയെ അതിലംഘിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അഗ്നിശോധന ഉണ്ട്. നിങ്ങളും നടക്കും, ഞാനും നടക്കും. അമ്മ അഗ്നിയിലൂടെ നടന്നതാണ്, കർത്താവ് അഗ്നിയിലൂടെ നടന്നതാണ്. പക്ഷെ എന്താ പറഞ്ഞത്? നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദാനം എന്താണ്? അഗ്നിയിലൂടെ നടക്കും, അഗ്നി നിന്നെ വിഴുങ്ങുകയില്ല. അതാണ് അഭിഷേകം എന്ന് പറയണത്. അതിനാണ്. അപ്പം നടക്കണ എന്തിനാണ്? ഈ അഗ്നിയിലൂടെ നമ്മളെ നടത്തിക്കണ എന്തിനാണ്? നമ്മളെ പൊള്ളിക്കാനാണ്. എന്നിട്ട് കന്നേ കാളയെന്ന് പറഞ്ഞ് കാറി കൂവി നടക്കാൻ വേണ്ടിയാണ്? അല്ല. 1 Petrus 1:7. കാരണം അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. ഇപ്പം വിശ്വാസത്തിനെ അതിജീവിത വിശ്വാസമുണ്ട്, കേവല വിശ്വാസമുണ്ട്. കേവല വിശ്വാസത്തേക്കാൾ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ വിശ്വാസത്തെ അതിജീവിത വിശ്വാസം ആക്കി മാറ്റാൻ സർവൈവ്ഡ് ഫെയ്ത്ത്, ദാറ്റ് ഈസ് ഫിഡലിറ്റി, പെർസ്വേറിങ് ഫെയ്ത്ത് എന്നൊക്കെ പറയും. അതിജീവിത വിശ്വാസം. നിങ്ങളുടെ വിശ്വാസത്തെ അത് ടെസ്റ്റഡ് ഫെയ്ത്ത്, അതിൻ്റെ ഷുവർട്ടിയാണ്, എക്സലൻസിയാണ് അതിനകത്ത് വരുന്നത്. ഇപ്പം നിങ്ങൾ കടയിൽ നിന്ന് ചില ഇലക്ട്രോണിക്സ് ഉൽപ്പന്നം മേടിക്കുമ്പോൾ അതിലുണ്ടാകും എന്താണ്? ടെസ്റ്റഡ്. ഇത് ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണെന്ന്. അത് നമ്മുടെ വിശ്വാസം ടെസ്റ്റഡ് ആണെങ്കിൽ നമുക്കത് നല്ല ആസ്തിഭദ്രത വർദ്ധിപ്പിക്കും. അതിന് ഇതുപോലെ ഓരോ പരീക്ഷ കഴിയുമ്പോഴും ഫെയ്ത്ത് മുമ്പത്തേക്കാൾ പവർഫുള്ളായിരിക്കണം. അല്ലാതെ കർത്താവ് ഇത് ഞങ്ങളോട് ഇങ്ങനെ ചെയ്തല്ല, ഞാൻ കുറേ പ്രാർത്ഥനക്കൊക്കെ നടക്കണമല്ലേ, കർത്താവിനിങ്ങനെ ഞങ്ങളോട് ചെയ്യാവാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നടക്കണം. അതുകൊണ്ട് അവിടെ വെച്ച് ആ വിശ്വാസം കരിഞ്ഞു മാറുകയാണ്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അതായത് മിണ്ടാതിരുന്നാലും മണ്ടത്തരങ്ങൾ ദൈവത്തോട് ചോദിക്കരുത്. പറഞ്ഞ മനസ്സിലായില്ലേ? മിണ്ടാതിരുന്നാലും മണ്ടത്തരങ്ങൾ ദൈവത്തോട് ചോദിക്കരുത്. അപ്പം കരിഞ്ഞു മാറിയ സംഭവം. നിങ്ങൾ ചോദിക്കുകയെ, ഞാനിങ്ങനെ ഉടമ്പടിയൊക്കെ എടുത്തതല്ലേ, അപ്പം ദൈവത്തിന് ഇങ്ങനെ എന്നോട് ചെയ്യാവാ എന്ന് നിങ്ങൾ ചോദിച്ചാൽ, കർത്താവ് പണ്ട് അമ്മയോടും നിക്കോദേമോസിനോടും ഈശോ ഉത്തരം മുട്ടിച്ച ഒരു ചോദ്യമുണ്ട്. എന്താണ്? ഈശോ പ്രീസപ്പോസ് ചെയ്യുന്നൊരു കാര്യമുണ്ട്. നിനക്ക് ഇതൊക്കെ അറിയാവുന്നതെന്നാണ് ഞാൻ ധരിച്ചിരിക്കണതെന്ന് പറയും. അതോടുകൂടി അമ്മ ഫ്ലാറ്റായി. എന്താണ്? 2:48 വായിച്ചേ. ലൂക്കാ 2:48. അവനെ കണ്ടപ്പോൾ മാതാപിതാക്കൾ വിസ്മയിച്ചു. അവന്റെ അമ്മ അവനോട് പറഞ്ഞു, മകനെ നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത്? കണ്ട അമ്മ ചോദിച്ചതാണ്. ഏതാണ് ഈ കാണാതെ പോയില്ലേ കർത്താവിനെ? ദേവാലയത്തിൽ വെച്ച് വേദശാസ്ത്രങ്ങളെ തർക്കിച്ചുകൊണ്ടിരുന്ന സമയത്ത് മാതാവിൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയില്ലേ? അതാ ചോദിക്കണത്, എൻ്റെ മകനെ നീ എന്താണ് ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത്? അത് നമ്മളും ചോദിക്കണതാണ്. ഞാൻ ഉടമ്പടി എടുത്തതല്ലേ, എന്താ ദൈവം എന്നോട് ഇങ്ങനെ ചെയ്തത്? ദൈവമാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ജോഷ്വ.
ഞാൻ ആലപ്പുഴ തത്തമ്പള്ളിയിൽ നിന്നാണ് വരുന്നത്. എനിക്കങ്ങനെ കൃപാസനമൊന്നും അങ്ങനെ വലിയ വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. ഞാനൊരു വിശ്വാസിയായിരുന്നു, എന്നാൽ എനിക്ക് മാതാവിനോടും വിശ്വാസം ഉണ്ടായിരുന്നു. കൃപാസനത്തിനോട് അങ്ങനെ പ്രത്യേകിച്ചൊരു വിശ്വാസം ഇല്ലായിരുന്നു. എൻ്റെ അമ്മ ഭയങ്കര ഉടമ്പടി എടുക്കുകയും കൃപാസനത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലോടും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ആളായിരുന്നു. അമ്മയും ചേട്ടനും എൻ്റെ വല്യമ്മയും എല്ലാം അങ്ങനെ പോയിക്കൊണ്ടിരുന്നതായിരുന്നു. എന്നാൽ എനിക്ക് എൻ്റെ അമ്മ എന്നോട് ഒരുപാട് കാര്യം ഇതും പറഞ്ഞ് നിർബന്ധിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കതിനോട് അങ്ങനെ താല്പര്യമില്ലായിരുന്നു. കൃപാസനത്തിൽ വന്ന് പ്രത്യേകം ഒരു പ്രാർത്ഥന അങ്ങനെ ഒരു താല്പര്യമില്ലായിരുന്നു. ഞാൻ ഒരു ജർമ്മൻ പഠിച്ചുകൊണ്ടിരുന്ന സ്റ്റുഡൻ്റ് ആയിരുന്നു. ഞാൻ 2024 അവിടെ തൊട്ടാണ് എൻ്റെ മാതാവ് അനുഗ്രഹിച്ച് തുടങ്ങിയത്. 2024 B2 എക്സാം എനിക്ക് ഒരു ടൈലും കൂടെ കിട്ടാനുണ്ടായിരുന്നു. B2 സ്പീക്കിംഗ് കൂടെ കിട്ടാനുണ്ടായിരുന്നു. അപ്പം ഞാൻ തിരുവനന്തപുരത്താണ് എക്സാം എഴുതാൻ പോയത്. ഞാൻ എക്സാമിനായിട്ട് വെൽ പ്രിപ്പയർഡ് ആയിരുന്നു. 45 അധികം ടോപ്പിക്കും പഠിച്ച് എന്ത് വന്നാലും പാസ്സാകുമെന്നുള്ള രീതിയിലാണ് ഞാൻ പോയത്. അവിടെ ചെന്ന് എക്സാം എഴുതാൻ പോയപ്പം ഞാൻ എനിക്ക് കിട്ടിയ ടോപ്പിക്ക് ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് അങ്ങനെ ഒരു ടോപ്പിക്ക് കാണുന്നത് തന്നെ. ഞാൻ ആകപ്പാടെ പേടിച്ച് അത്രയും നേരത്തെ എൻ്റെ ഉണ്ടായിരുന്ന എല്ലാ കോൺഫിഡൻറ്റും ഒറ്റ മിനിറ്റിൽ എൻ്റെ ഇല്ലാണ്ടായിപ്പോയി. അപ്പം ഞാൻ എൻ്റെ പോക്കറ്റ് കൈയിട്ട് നോക്കിയപ്പോഴാണ് എൻ്റെ അമ്മ എൻ്റെ പോക്കറ്റിലൊരു കൃപാസനത്ത് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ഉപ്പ് കൈ പിടിച്ച് ഇരുന്ന് എൻ്റെ മനസ്സിൽ അപ്പം തോന്നിയ ഓരോ പോയിൻ്റ് ഞാൻ പേപ്പറിൽ എഴുതാൻ തുടങ്ങി. അപ്പോൾ അങ്ങോട്ട് കയറുമ്പോൾ തന്നെ എല്ലാവരും പറയുന്നുണ്ട് എക്സാമിനേഴ്സൊക്കെ അത്യാവശ്യം ഭയങ്കര ടഫാണ്, അവർ നമ്മളോട് അങ്ങനെ എല്ലാവരും സീരിയസ് ആയിട്ട് തന്നെ നിൽക്കുന്ന, അവർ നമ്മളെങ്ങനെ ജയിപ്പിച്ച് വിടാൻ ചാൻസ് കുറവാണ്, എല്ലാ പേടിയും എൻ്റെ കയ്യിലുണ്ട്. എനിക്ക് പിന്നെ അവിടെ കണ്ടത് അവർ വന്ന് എൻ്റെ പേര് വിളിച്ച് എന്നെ കൈ പിടിച്ച് എന്നെ അവിടെ കൊണ്ടുപോയി എന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട്. ഞാൻ എന്താ പറഞ്ഞതെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. അവിടെ ഞാൻ എൻ്റെ മനസ്സിൽ വന്നതെല്ലാം അവിടെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ എക്സാം എഴുതി പുറത്തിറങ്ങി കഴിഞ്ഞോടെ ഞാൻ അമ്മേനെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ എക്സാം ഞാൻ എന്തായാലും പാസ്സാകുമെന്ന് പറഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞ് അപ്പോഴും ഞാൻ ആ ഒരു 2-3 ദിവസം എനിക്ക് കൃപാസനം അങ്ങനെയൊക്കെ ഉള്ളായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു ഏജൻസി എന്നെ കോൺടാക്ട് ചെയ്തു. നിനക്ക് അപ്പം പിന്നെ 2 മാസം കഴിഞ്ഞപ്പോൾ 1.5 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ റിസൾട്ട് വന്നു, ഞാൻ പാസ്സായി. അപ്പം പിന്നെ സെപ്റ്റംബർ ഇൻടേക്ക്, ആ വർഷം തന്നെ സെപ്റ്റംബർ ഇൻടേക്ക് ജർമ്മനിക്ക് പോകാൻ വേണ്ടി ഒരു ഏജൻസി എന്നെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ ഞാൻ അവർ ത്രൂ എല്ലാം എൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം അവർക്ക് സബ്മിറ്റ് ചെയ്തു. അവർ ത്രൂ ഞാൻ പോകാൻ വേണ്ടി നോക്കി. പക്ഷേ ആ 2 മാസം ഉള്ളതുകൊണ്ട് എനിക്ക് പോകാൻ സാധിച്ചില്ല. അത് കഴിഞ്ഞപ്പോൾ അവർ തന്നെ എന്നോട് പറഞ്ഞു, എന്നാൽ മാർച്ച് ഇൻടേക്കിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോൾ വഴി ഞാൻ പോകാൻ തീരുമാനിച്ചു. അപ്പോൾ എന്നോട് അമ്മ പറഞ്ഞു, എന്തായാലും നീ പോകുക, നീ ഉടമ്പടി എടുക്കാമെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ ജനുവരി 2-ാം തീയതി 2025 ഈ വർഷം ജനുവരി 2-ാം തീയതി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് ആദ്യത്തെ ആ ജനുവരി മാസം എല്ലാം ഞാൻ അടിപൊളിയായിട്ട് പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് സഹായങ്ങളും ചെയ്ത് പോകുമായിരുന്നു. എനിക്ക് അവിടുന്ന് ഇൻ്റർവ്യൂ വന്നു. ഞാൻ ആ ഇൻ്റർവ്യൂ പാസ്സായി. അത് കഴിഞ്ഞപ്പം എൻ്റെ മനസ്സിലൊരു തോന്നലാണ്, ഇവർ വഴി പോകണ്ട എന്നൊരു തോന്നൽ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. അതുവരെ ഞാൻ കണ്ടുപിടിച്ച ഒരു ഏജൻസി, ഞാൻ തന്നെ പോയ ഒരു ഏജൻസി, എല്ലാം ഞാൻ തന്നെ കണ്ടുപിടിച്ചതാണ്. പക്ഷേ എനിക്ക് അവർ വഴി പോകണ്ടെന്നൊരു തോന്നല പെട്ടെന്നൊരു മൂമെൻറ്റിൽ എൻ്റെ മൈൻഡിൽ വന്നു. ഞാൻ അവർ വഴി പോകണ്ടെന്ന് തീരുമാനിച്ചു. ഞാൻ എൻ്റെ വീട്ടിലും പറഞ്ഞു. വീട്ടുകാരൊക്കെ ആദ്യം എതിർപ്പായിരുന്നു, എന്താ ഇങ്ങനെയെന്ന് ചോദിച്ചു. ഞാൻ പിന്നെ എൻ്റെ മനസ്സിലിങ്ങനെ തോന്നൽ വന്നു. എൻ്റെ മൈൻഡിൽ എന്താ തോന്നുന്നത് ഞാൻ ചെയ്യാൻ തീരുമാനിച്ചു. ഞാൻ പോകണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ അറിയുന്നത് ആ ഏജൻസി വഴി കയറിപ്പോയ 2 പിള്ളേരെ ജർമ്മനിയിൽ നിന്ന് ഡീപ്പോർട്ടാക്കി വിട്ടെന്ന് അറിഞ്ഞത്. കയറിപ്പോകാഞ്ഞതിൽ 1000 നന്ദി ഞാൻ അമ്മമാതാവിനോട് പറയുകയാണ്. അത് കഴിഞ്ഞപ്പം എനിക്ക് പിന്നെ ഉള്ളത് സെപ്റ്റംബർ ഇൻടേക്ക് ഓപ്ഷനാണ്. ഞാൻ സെപ്റ്റംബർ ഇൻടേക്ക് ഓപ്ഷനാണ്. അപ്പം എനിക്ക് എന്താ പറയുക, കുറേയൊക്കെ ആയി കഴിയുമ്പോൾ എൻ്റെ ഈ ഉടമ്പടിയോടുള്ള ഇതെല്ലാം പോയി തുടങ്ങി. അപ്പോൾ പിന്നെ ഞാൻ സെപ്റ്റംബർ ഇൻടേക്ക് ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിലൊരു മാമിന് പരിചയമുള്ള ഒരാൾ വഴി പോകാൻ തീരുമാനിച്ചു. അവരും എല്ലാം നടത്തി അവസാനമായപ്പോൾ അവർ പറഞ്ഞു പോകാൻ പറ്റുന്നില്ല, വിസ കിട്ടുന്നതിൽ ഡിലേ ആണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ എല്ലാം തീർന്നു. എൻ്റെ വിശ്വാസമല്ല, എൻ്റെ പ്രതീക്ഷയെല്ലാം തീർന്നു. അതുവരെ ഞാൻ അമ്മയോട് കൃപാസനത്തിൽ പോകാം, അല്ലാതെ ഇങ്ങനെ ഉടമ്പടി എടുത്ത് ഞാൻ വല്ലപ്പോഴും അമ്മ നിർബന്ധിച്ചാൽ മാത്രം കൃപാസനത്തിൽ വന്നുകൊണ്ടിരുന്നത്. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ നമുക്കൊന്ന് കൃപാസനത്തിൽ പോകണം, എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, അമ്മ എന്നെയും വിളിച്ചുകൊണ്ട് വന്നു. ഞാനും അമ്മയും കൂടെ ഇവിടെ 1-2 മണിക്കൂർ ഇവിടെ നിന്ന് കരഞ്ഞ് ഞാൻ വീട്ടിലോട്ട് പോകുമായിരുന്നു. അത് കഴിഞ്ഞപ്പം അമ്മ പറഞ്ഞു, ഞങ്ങൾ വേറൊരു ഏജൻസി കൊടുത്തിട്ടുണ്ട്. ഞാൻ വേറൊരു ഏജൻസി കൊടുത്തു. അപ്പം അവർ വലിയ പ്രതീക്ഷയൊന്നും തരുന്നില്ല. അവർ ഇപ്പം ഡിലേ ആയി, ഇനി പോകാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ എക്സാം പാസ്സായിട്ട് 1 വർഷത്തോളം ആകാറായി. അപ്പം അവർക്കും വലിയ ആ ചൂടൊക്കെ പോയി, കൊണ്ടുപോകാമെന്നുള്ളതൊക്കെ മാറി. അത് കഴിഞ്ഞപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ നമുക്കൊന്ന് ജോസഫ് അച്ഛൻ്റെ ബ്ലസ് മേടിക്കാനായിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു, എന്നാൽ പോകാം. ഞാനും അമ്മയും കൂടെ രാവിലെ ഇവിടെ ഒരു 9 മണി 8 മണി ആ ടൈമിൽ ഇവിടെ വന്നു. ഞങ്ങൾ ക്യൂ ഒക്കെ നിന്നു. ഞാൻ ഓഫീസിൻ്റെ അകം വരെ കയറി. അപ്പോൾ അവർ പറഞ്ഞു,
കാണാൻ പറ്റത്തില്ല, എന്തോ പ്രോസസ്സിങ്ങിൻ്റെ എന്തെങ്കിലും പേപ്പർ ഉണ്ടെങ്കിലേ കാണാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ ഏജൻസിനെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ല, നിൻ്റെ കാര്യം ഡിലേ ആയിട്ട് കിടക്കുക, അങ്ങനെയൊന്നും കിട്ടത്തില്ലെന്ന് പറഞ്ഞു. അപ്പം പിന്നെയും ഞാൻ ഡൗൺ ആവുമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ നേരെ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ നമ്മൾ ഇവിടം വരെ വന്നേല്ലേ, അപ്പോൾ ഇവിടെ ഒരു ബ്ലെസ്സിങ് റൂമില്ലേ, അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എന്നോട് പറഞ്ഞു എന്നാൽ അച്ഛൻ്റെ ബ്ലെസ് മേടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അച്ഛനോട് പോയി ഇങ്ങനെ എൻ്റെ കാര്യങ്ങളെല്ലാം, ഞാൻ അച്ഛൻ്റെ മുമ്പിൽ നിന്ന് കരയുമായിരുന്നു. ഞാൻ അച്ഛനോട് എൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അച്ഛൻ പറഞ്ഞു നീ പേടിക്കണ്ട, നീ ഈ വർഷം തന്നെ ജർമ്മനിക്ക് പോകുമെന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ഞാൻ അത് കഴിഞ്ഞ് പോയി, ഞാനും അമ്മയും കൂടെ ഇവിടെ ഞങ്ങൾക്കൊരു 15 മിനിറ്റ് മതി ഞങ്ങളുടെ വീട്ടിലോട്ട് പോകാൻ. സ്കൂട്ടറിന് വന്നു കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ് കൊണ്ട് ഞങ്ങൾക്ക് വീട്ടിലോട്ട് പോകാം. ഞങ്ങൾ വീട്ടിലോട്ട് എത്തുന്നതിന് ഒരു 5-10 മിനിറ്റ് മുമ്പ് എൻ്റെ ഫോണിലൊരു മെസ്സേജ് ആദ്യം വന്ന മെസ്സേജ് എടുത്ത് നോക്കുമ്പം ഞാൻ പണ്ടെപ്പോഴോ ഒരു അച്ഛനെ വിളിച്ച് ജർമ്മനിലോട്ട് പോകുന്ന കാര്യത്തിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ പറഞ്ഞ് അച്ഛനിപ്പോൾ ടൈമില്ല, ഡിലേ ആണ്, എല്ലാം അവിടെ ഇപ്പോൾ ആൾക്കാരെല്ലാം കൂടുതലാണ്, അങ്ങനെ കൊണ്ടുപോകുന്നില്ലെന്ന് അച്ഛൻ പറഞ്ഞു. അപ്പം അച്ഛൻ്റെ മെസ്സേജാണ്, അച്ഛൻ കൊണ്ടുപോകാം. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛനെ വിളിച്ചു. അച്ഛൻ പറഞ്ഞു അച്ഛൻ കൊണ്ടുപോയിക്കോളാം, ഇനി ഒന്നുകൊണ്ടും പേടിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് അച്ഛൻ്റെ മെസ്സേജ് വന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ എൻ്റെ ഉടമ്പടി വന്ന് പുതുക്കി അച്ഛൻ വഴി എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞു, ഇൻ്റർവ്യൂ പാസ്സായി. ഞാൻ അതിനപ്പം എൻ്റെ വിസയ്ക്ക് ഞാൻ വിസയ്ക്ക് ഇത് കൊടുത്തു. എല്ലാം അച്ഛൻ ഫാസ്റ്റായിട്ട് തന്നെ ചെയ്തു. മാതാവിൻ്റെ അടുത്ത് ആ ഒരു ടൈമിൽ ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ അമ്മയായിട്ട് ഇവിടെ വരുമായിരുന്നു. എല്ലാ ആഴ്ചയിലും ഞാൻ അമ്മയായിട്ട് ഇവിടെ വരുമായിരുന്നു. ഞാൻ വിസയ്ക്ക് കൊടുത്തു. വിസ കൊടുത്തു കഴിഞ്ഞ് കുറച്ച് ടൈം എടുത്തു. ഒരു 1.5 മാസം കഴിഞ്ഞ് എൻ്റെ വിസ കിട്ടിയത്. ആ സമയത്തൊക്കെ എനിക്ക് ടെൻഷനാണ്, എന്താണെന്ന് വെച്ചാൽ ഞാൻ 1 വർഷമായി ജർമ്മൻ പാസ്സായിട്ട്. പൊതുവേ എല്ലാവരുടെയും റിജക്ഷൻ വന്നുകൊണ്ടിരിക്കുക. വിസ ഇങ്ങനെ 1 വർഷം പാസ്സായതുകൊണ്ട് എല്ലാവർക്കും റിജക്ഷൻ വന്നുകൊണ്ടിരിക്കുക, 1 ഇയർ കഴിഞ്ഞവർക്കൊക്കെ. അപ്പോൾ ഞാൻ പേടിച്ച് പിടിച്ചു. ഞാൻ വീട്ടിൽ ഈ കാര്യം പറയുന്നില്ല, ഈ 1 വർഷത്തിൻ്റെ ഗ്യാപ്പിൻ്റെ കാര്യം പറയുന്നില്ല. ഞാനപ്പം ഇതെല്ലാം ഞാൻ എൻ്റെ മനസ്സിൽ തന്നെ കൊണ്ടു നടന്നുകൊണ്ടിരിക്കുക. അപ്പോഴും ഞാനിങ്ങനെ പേടിച്ച് നിൽക്കുക. വിസ റിജക്റ്റ് ആകും എന്നുള്ള എൻ്റെ മൈൻഡിൽ ഞാനിങ്ങനെ വെച്ചു. റിജക്ഷനായി ഇനി വരാൻ പോകുന്ന, ഇത്രയും സമയം എടുത്തു, റിജക്ഷൻ വെച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് മെയിൽ വന്ന് ഞാൻ പൊട്ടിച്ച് നോക്കുമ്പോഴും എനിക്ക് റിജക്ഷനാന്നുള്ളൊരു ഇതിലാണ് ഞാൻ പൊട്ടിച്ച് നോക്കുമ്പോൾ അപ്രൂവായി. ഞാൻ എന്നിട്ട് അമ്മയോടത് പറഞ്ഞു. ഞാനും അമ്മയും കൂടെ നേരെ കൃപാസനത്തിലോട്ടാണ് വന്നത് വിസയും കൊണ്ട്. എന്നിട്ട് ഞാൻ ഈ കാര്യമൊന്നും ആരോടും പറഞ്ഞിട്ടില്ല. ഞാൻ ജർമ്മനിക്ക് പോകുവാണെന്നൊന്നും ആരോടും പറഞ്ഞിട്ടില്ല. ഞാൻ പോകുവാന്ന് പറഞ്ഞതൊന്നും നടന്നിട്ടില്ല. എനിക്ക് എല്ലാവരുടെയും മുമ്പ് ഞാനൊരു തോറ്റവനെ പോലായിരുന്നു. എന്താ പറയുക, എനിക്ക് എപ്പോഴും വിഷമമായിരുന്നു. ആൾക്കാർ നോക്കി ഒന്ന് ചിരിക്കാൻ വരെ എനിക്ക് മടിയായിരുന്നു. ഞാൻ അങ്ങനെ ആരോടും പറഞ്ഞില്ല. എൻ്റെ വീട്ടിലുള്ള എൻ്റെ 6 പേർക്കും, എൻ്റെ 3 എൻ്റെ ചേട്ടന്മാർക്കും, എൻ്റെ അച്ഛനമ്മ, എൻ്റെ വലിയമ്മ, ഇവർക്ക് മാത്രമേ അറിയത്തുള്ളൂ ഞാൻ ജർമ്മനിക്ക് പോകാൻ റെഡി ആവുക, പ്രിപ്പയർ ആവുക എന്നൊന്നും എൻ്റെ വീട്ടുകാർക്കല്ലാതെ വേറെ ആർക്കും അറിയത്തില്ല. ഞാൻ ഈ മാസം 28-ാം തീയതി ജർമ്മനിക്ക് പോവുക. ഇവിടെ വന്ന് മാതാവിനോട് സാക്ഷ്യം പറഞ്ഞിട്ട് എല്ലാവരോടും പറയണമെന്ന് പറഞ്ഞാണ് ഞാൻ നിൽക്കുന്നത്. ഈ സാക്ഷ്യം കഴിഞ്ഞ് ഞാൻ ഇനി എല്ലാവരോടും പറയാനായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവുക. എല്ലാവരോടും പറയണം, വിളിച്ചു പറയണം. ഞാൻ ഒരുപാട് പരിഹാസം ഏറ്റുവാങ്ങിയിട്ടുണ്ട് എല്ലാവരുടെ മുമ്പിൽ. ഞാൻ ജർമ്മൻ പഠിച്ച് ഒരു 3 വർഷത്തോളം ഞാൻ വീട്ടിലിരിക്കുമായിരുന്നു. ജർമ്മനായിരുന്നു എൻ്റെ ആദ്യത്തെ നിയോഗം. ആ നിയോഗം എനിക്ക് നടത്തി കിട്ടി. രണ്ടാമത് ഞാൻ എഴുതിയത് എനിക്കൊരു സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങണമെന്നായിരുന്നു. ഞാൻ എൻ്റെ നിയോഗമായിട്ട് എഴുതി വെച്ച് സ്റ്റാർട്ടപ്പായിരുന്നു. അത് എനിക്ക് ജനുവരി ഉടമ്പടി എടുത്തു. ഫെബ്രുവരി ഫസ്റ്റ് വീക്കിൽ തന്നെ ഞാൻ സ്വന്തമായിട്ടൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങി. എനിക്ക് സെൽഫായിട്ട് ഇൻകം ഏൺ ചെയ്യാൻ തുടങ്ങി. അതോടെ അതായിരുന്നു എൻ്റെ 2ാമത്തെ നിയോഗം. ഞാൻ ചെയ്തിരിക്കുന്ന പ്രേക്ഷിത പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ പൈസ ഉള്ളപ്പോൾ ഞാൻ ആരോടും പറയത്തില്ല, വീട്ടുകാരോടും ഇതുവരെയായിട്ടും പറഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ പൈസ കൊണ്ട് ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, എൻ്റെ ഈ പ്രായമുള്ളവർക്കൊന്നും വിശ്വാസമില്ല. പൊതുവേ എനിക്കും വിശ്വാസമില്ലായിരുന്നു കൃപാസനത്തിലൂടെ. എന്താ പറയുക, ഞാൻ എൻ്റെ കൂട്ടുകാരന്മാർക്കൊക്കെ പറഞ്ഞു കൊടുത്തു. ഇപ്പോൾ എൻ്റെ കൂട്ടുകാരന്മാരും എൻ്റെ കൂടെ കൃപാസനത്തിൽ വരുന്നുണ്ട് ചില ടൈമിലൊക്കെ. അവർക്കും വിശ്വാസമായി. ഓരോരുത്തരോടും ഞാനിങ്ങനെ പറയും. ഞാൻ കാണുന്നവരോടൊക്കെ പറയും, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടേ നിങ്ങളൊന്ന് കൃപാസനത്തിൽ ചെല്ല്, ഉടമ്പടി എടുക്ക്, നിങ്ങൾക്ക് അതിനുള്ള മാറ്റം കാണും. ഇനി ഞാൻ ഇതും കൂടെ പറഞ്ഞു കഴിയുമ്പോൾ എല്ലാവർക്കും ഇതിലും വലിയ വിശ്വാസമൊന്നും ഇല്ല. എല്ലാവരും റിജക്റ്റ് ചെയ്ത ഒരാളായിരുന്നു ഞാനിപ്പോൾ പോവാ, ജർമ്മനിക്ക് പോവാ 28-ാം തീയതി രാവിലെ. ഞാൻ ജർമ്മനിക്ക് പോവാ 28-ാം തീയതി രാവിലെ. പിന്നെ എനിക്ക് ഈ പത്രമൊക്കെ കൊടുക്കാനൊക്കെ ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്തിട്ട് പത്രം മേടിക്കും, അമ്മയുടെ കൊടുക്കും, അമ്മ എവിടെയെങ്കിലും കൊണ്ട് കൊടുക്കും. അമ്മ എവിടെയെങ്കിലും, അമ്മ എല്ലാവർക്കും കൊണ്ട് കൊടുക്കും, എവിടെയെങ്കിലും അല്ല. അമ്മ ഭയങ്കര ഉടമ്പടി വിശ്വാസിയാണ്. അമ്മ ഇവിടെ എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അമ്മ ഇതെല്ലാവർക്കും കൊടുക്കുമായിരുന്നു. അത് കഴിഞ്ഞപ്പം ഞാൻ ഈ 2ാമത് അച്ഛൻ വിളിച്ചു കഴിഞ്ഞപ്പം അമ്മ പറഞ്ഞു, എടാ ഇത് നീ തന്നെ ചെയ്, നീ ഇത്രയും നാൾ ഇങ്ങനെ നടന്നു, ഇനി നീ തന്നെ ചെയ്. അങ്ങനെ ഞാൻ പത്രം കൊടുക്കാൻ തുടങ്ങി, ആൾക്കാരെ സഹായിക്കാൻ തുടങ്ങി. പള്ളി ഞാൻ പോകുമായിരുന്നു. ഞാൻ ദൈവവിശ്വാസിയാണ്. എനിക്ക് കൃപാസനത്തിനോട് താല്പര്യം ഇത് മാത്രമേ ഉള്ളായിരുന്നു. ഞാൻ പള്ളിയിൽ എല്ലാ ദിവസവും പോകും. ഞാൻ ഞങ്ങളുടെ ഇടവകയിലെ യുവദീപ്തി വൈസ് പ്രസിഡൻ്റൊക്കെയാണ്.
ഞാൻ പള്ളിയിലൊക്കെ പോകുമായിരുന്നു. ഞാനിപ്പം ഇപ്പോഴും എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകും. 1 മാസം കൂടുമ്പോൾ, 2 ആഴ്ച കൂടുമ്പോൾ എനിക്ക് കുമ്പസാരിക്കാൻ പറ്റില്ല. ഒരു മാസം കൂടുമ്പോൾ ഞാൻ 1 മാസം കൂടുമ്പോൾ ഞാൻ കുമ്പസാരിക്കുന്നതാണ്. അമ്മമാതാവിനും തിരുക്കുമാരനും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുന്നു. ഇപ്പോഴാണ് എൻ്റെ മുഖത്ത് ഈ ചിരിയൊക്കെ വന്നത്. ഇത്രയും നാളും എൻ്റെ മുഖത്ത് ഈ ചിരിയൊന്നും ഇല്ലായിരുന്നു. ഇപ്പോഴാണ് ഈ എൻ്റെ മുഖത്ത് ഈ ചിരിയൊക്കെ വന്നത്. അതാണ് ഞാൻ ഈ ചിരിച്ചോട്ടൊക്കെ നിൽക്കുന്നത്. ഇത്രയും നാൾ ഞാൻ വിഷമിച്ച് നടക്കുന്ന ഒരാളായിരുന്നു. ഇപ്പോഴാണ് എൻ്റെ മുഖത്ത് ഈ ചിരിയൊക്കെ വന്നു തുടങ്ങിയത്. അമ്മ കാരണം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ജെയിംസൺ. ഞാൻ സെൻറ്റ് തോമസ് ജ്ഞാനായ കാത്തോലിക് ചർച്ച് രാമമംഗലം. ഞാൻ ആദ്യമായി ഈ ദേവാലയത്തിൽ, പരിശുദ്ധമായ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ദേവാലയത്തിൽ 2023 ജനുവരിയിൽ വന്നു. അതിനുശേഷം 24/2/2023 ഉടമ്പടി എടുത്തു. എൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ എക്സ് സർവീസ്മാനാണ്. ഞാൻ പല ഫീൽഡിലും ജോലി ചെയ്തു. ഞാൻ ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും ജോലി ചെയ്തിട്ടുണ്ട്. പ്രധാനമന്ത്രിമാരുടെയും ഒക്കെ കൂടെ ജോലി ചെയ്തതാണ്. ഗവർണർമാരുടെ കൂടെ ജോലി ചെയ്തിട്ടുണ്ട്. വർഷങ്ങളോളം ഇങ്ങനെ ജോലി ചെയ്തതിന് ശേഷം വലിയ കുഴപ്പമില്ലാണ്ടിരുന്നു. ലാസ്റ്റായിട്ട് ഞാൻ മർച്ചൻ്റ് നേവിയിലാണ് ജോലി ചെയ്തത്. ഇങ്ങനെ ഇരുന്ന സമയത്താണ് ഞാൻ ഈ ദേവാലയത്തെക്കുറിച്ച് അറിയുവാനും ഈ ദേവാലയത്തിൽ വരുവാനും ഇടയായത്. വലിയ പ്രശ്നമൊന്നുമില്ല. 2 മക്കൾ, സമാധാനമുള്ള ജീവിതം. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ഉടമ്പടി എടുത്തതെങ്കിലും ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്നപ്പോൾ വലിയൊരു ബുദ്ധിമുട്ടുകൾ. ഇവിടെ ഒന്നും അറിയില്ല. സമൂഹത്തിൽ എന്നെ വലിയ ഇതായി ഞാൻ പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ നാണം കെടുത്തുന്നു. എനിക്കെതിരായി കേസ് കൊടുക്കുന്നു. വേറൊരാൾ സ്ഥലത്തിൽ തീയിടുന്നു. അങ്ങനെ സമൂഹത്തിൽ സാധാരണ എല്ലാവരും കൃപാസനം വന്ന് ഉടമ്പടി എടുക്കുമ്പോൾ എല്ലാം അനുഗ്രഹങ്ങളാണ് ലഭിക്കുന്നതെങ്കിൽ എനിക്ക് പ്രതികൂലമായ കാലാവസ്ഥ അല്ലെങ്കിൽ പ്രതികൂലമായ സാഹചര്യങ്ങൾ, വലിയൊരു ബുദ്ധിമുട്ട്. ഞാൻ ഇനി എന്ത് ചെയ്യണം? പക്ഷേ എങ്കിലും ഞാൻ മറ്റുള്ളവരും കൂട്ടുകാരും എൻ്റെ എൻ്റെ ഭാര്യ മറ്റുള്ളവരൊക്കെ പറഞ്ഞു, നിങ്ങൾ ഈ പ്രാർത്ഥന കൂടുതലുകൊണ്ടാണ് ദൈവത്തോട് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്, അതുകൊണ്ട് കുറയ്ക്ക്. പക്ഷേ എങ്കിലും ഞാൻ കുറച്ചില്ല. എല്ലാ ദിവസവും കൃത്യമായിട്ട് രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് അതുപോലെ തന്നെ പ്രാർത്ഥന ചെല്ലും. അതുപോലെ തന്നെ ബന്ധസ്ഥ പ്രാർത്ഥന, മറ്റു പ്രാർത്ഥനകളെല്ലാം ചെയ്തതിന് ശേഷമാണ് എല്ലാ ദിവസവും കുർബാനയ്ക്ക് ചെല്ലും. ഇങ്ങനെ അതുപോലെ തന്നെ കുമ്പസാരിക്കുക, എല്ലാ ജീവിതത്തിൻ്റെ ചര്യകളെല്ലാം കൃത്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ എൻ്റെ പ്രശ്നങ്ങൾ അപ്പോൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരുന്നു. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ തുടർച്ചയായിട്ട് ഇവിടെ വരികയും എല്ലാ മാസവും കൃത്യമായിട്ട് ഈ പരിശുദ്ധമായ ദേവാലയത്തിൽ വന്ന് ഉടമ്പടി പത്രങ്ങളും എല്ലാം വാങ്ങിച്ചുകൊണ്ട് പോവുകയും വിതരണം ചെയ്യുകയും ചെയ്തു. ഒരു ദിവസം, ഒരു പ്രാവശ്യം കഴിഞ്ഞു, 2 പ്രാവശ്യം, 3-ാമത്തെ മാസം പ്രാർത്ഥിച്ച് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് പോയി വീട്ടിൽ ചെന്നപ്പോൾ കുറച്ച് പഞ്ചായത്ത് പ്രസിഡൻറ്റും മറ്റുള്ളവരെല്ലാം വന്ന് നിൽക്കുന്നു. ഞാൻ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. കാരണം 57 വർഷം മുമ്പ് എൻ്റെ മാതാപിതാക്കന്മാരുടെ ആയിട്ടുള്ള ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഞാനെന്നാൽ ഓർക്കുന്ന പോലുമില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ വീടിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് ചെറിയൊരു കുന്നുമുള്ള സ്ഥലമുണ്ട്. അവിടെ നിന്ന് വെള്ളം ഒഴുകി വന്ന് കൃഷി സ്ഥലങ്ങൾ നശിക്കുകയായിരുന്നു. അപ്പോൾ ഈ 57 വർഷം മുമ്പ് നേരെ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന അവർ വേറൊരാൾക്ക് സ്ഥലം വിറ്റു. അവർ വന്നപ്പോൾ ഈ സ്ഥലത്തിന് ആ വെള്ളം എല്ലാം അടച്ച് ഞങ്ങളുടെ കൃഷി സ്ഥലങ്ങൾ അല്ലെങ്കിൽ റബ്ബർ മറ്റുള്ളതെല്ലാം ഉണങ്ങി പോവുക, മറ്റുള്ളതെല്ലാം പ്രശ്നം ഉണ്ടാകും. ഇങ്ങനെ ആ ഒരു പ്രശ്നത്തിൽ അത് ഞാനും ചെറുതായിട്ട് ഇതുപോലെ പ്രശ്നമുള്ള കാരണത്തിൽ ഞാനിത് പറഞ്ഞിരുന്നു പഞ്ചായത്ത് പ്രസിഡൻറ്റിനോട്. അവരും വന്ന് വെയിറ്റ് ചെയ്യുന്നു. അവിടെ വന്ന് വീട്ടിൽ വന്ന് നോക്കിയിരിക്കുക. ഞാൻ അവിടെ വന്നപ്പോൾ എല്ലാം നമുക്കിങ്ങനെ എന്തെങ്കിലും സൊല്യൂഷനൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞെങ്കിലും കാര്യമായിട്ടൊന്നും ഉണ്ടായില്ല. പിന്നീട് വീണ്ടും ഞാൻ എൻ്റെ പ്രവൃത്തികൾ തുറന്നുകൊണ്ട് പോകുന്നു. എല്ലാ മാസവും ഇവിടെ വന്ന് ഈ ഉടമ്പടി പത്രം ഞാൻ പത്രം വാങ്ങിക്കൊണ്ടുപോകുന്നു, വിതരണം ചെയ്യുന്നു. ഇങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഞങ്ങളുടെ അടുത്ത് ഒരു 16 സെൻറ്റ് സ്ഥലം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സ്ഥലം ഞാൻ വാങ്ങിച്ചപ്പോഴാണ് അവിടെ ഒരു കുന്നുപോലെ ചെറിയ കുറച്ച് മല പോലെ അല്ലെങ്കിൽ കുറച്ച് മണ്ണ് കൂടുതലുണ്ട്. ആ മണ്ണ് ഈ പറയുന്ന താഴ്ന്ന സ്ഥലമായ എൻ്റെ പറമ്പിലിടുകയും അവിടെ പിന്നെ ബെൽറ്റ് കെട്ടി വാർത്ത് അതിനുശേഷം ഞാൻ മതിലുണ്ടാക്കി
ഗേറ്റും പണിതു. ഈ 57 വർഷത്തെ പ്രശ്നം ഇത് മാതാവ് പറഞ്ഞ് ഏറ്റെടുത്ത് അത് നടത്തി തന്നു, അല്ലെങ്കിൽ പരിഹരിച്ചു. പിന്നീട് ഞാനിങ്ങനെ അത് കഴിഞ്ഞ ശേഷമാണ് വലിയ കുഴപ്പമില്ലാണ്ട് എങ്ങനെ പോകുന്നു, സന്തോഷമായിട്ട് ജീവിക്കുന്നു. അപ്പോൾ ഇങ്ങനെ പോയാൽ പോരല്ലോ, കുറച്ചൊരു മാറ്റം വരല്ലോ എന്നോർത്ത് ഞങ്ങൾ ഒരു കൂട്ടായ്മയുണ്ടാക്കി. ആവി മരിയ എന്ന കൂട്ടായ്മയിൽ ഉണ്ടായി. അതിലകത്ത് ഞങ്ങൾ ഇപ്പോൾ 66 അംഗങ്ങളുള്ള ഒരു ചെറിയൊരു കൂട്ടായ്മയാണ്. എങ്കിലും എല്ലാ മാസവും ഞങ്ങൾ രോഗികളെ കാണും. അതുപോലെ തന്നെ ക്യാൻസർ രോഗികളെ, അതുപോലെ പറ്റുന്നവർക്ക് പൈസ കൊടുക്കേണ്ടവർക്കാണെങ്കിൽ പൈസ കൊടുക്കുക, പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന, ഈ ഇവിടെ നിന്ന് കിട്ടുന്ന തൈലവും വിശുദ്ധമായ തൈലവും ഉപ്പും കൊടുത്ത് അവരെ നമുക്ക് പറ്റുന്ന പോലെ പ്രാർത്ഥിക്കും. ഇങ്ങനെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കതുപോലെ തന്നെ ഈ ടെക്സ്റ്റൈൽസ് നിന്നൊക്കെ കിട്ടുന്ന, അതായത് ഉപയോഗിക്കാതെ തന്നെ മുഷിഞ്ഞു പോകുന്നുണ്ട്, ആ വസ്ത്രങ്ങളെല്ലാം വാങ്ങിക്കുക. അങ്ങനെയെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്ന് മറ്റുള്ള കഴുകി ക്ലീനാക്കി മറ്റുള്ളവർക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പറ്റുന്ന പോലെ സഹായം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഞങ്ങളുടെ ഈ കൂട്ടായ്മയിൽ ഇത്രയും പേരുണ്ടെങ്കിലും ഞങ്ങൾ ഇതിനടുത്ത് കഴിഞ്ഞ പഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഈ 3 പേര്, ഞങ്ങൾ ഈ ഉടമ്പടി എടുത്ത ഈ 3 പേര് നിർത്തിയിരുന്നു. ഈ 3 പേരും ജയിച്ച് അതിൽ ഈ ഒരാൾ ഇന്ന് മണിയുടെ ഗ്രാമപഞ്ചായത്തിലെ പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. അവർ ഇവിടെ വന്ന് സാക്ഷ്യം പറയുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെയാണ് ഞാൻ ഇവിടുന്ന് പത്രം കൊണ്ടുപോകുമ്പോൾ, സാധാരണ ഇവിടുന്ന് പത്രം കൊടുക്കുമ്പോൾ തന്നെ ഞാൻ ഒരു അമ്മയെ അറിയാത്തവർ, അല്ലെങ്കിൽ ഇതെന്താണെന്നറിയാത്തവർ, ഞാൻ പരിശുദ്ധ അമ്മയുടെ വചനം അല്ലെങ്കിൽ കാര്യങ്ങളെ, മാതാവിൻ്റെ പ്രാർത്ഥനയും സ്വർഗസ്നായ നന്മ നിറഞ്ഞോറിയും 2000 അച്ചടിപ്പിച്ച് ഇതിൻ്റെ കൂടെ വിതരണം അറിവില്ലാത്തവർക്ക് മാത്രം അങ്ങനെയും കൊടുക്കുമായിരുന്നു. പിന്നെ ഇതുപോലെ അനേകം ഞങ്ങൾക്ക് ഒരു കൂട്ടായ്മയുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഒരു കൂട്ടായ്മയിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ബൈബിൾ അറിയാത്തവരെ ഒരു എല്ലാ ദിവസവും തന്നെ ഞങ്ങൾ ക്വസ്റ്റ്യൻ ഇട്ട് കൊടുക്കും. 3 അധ്യായം അല്ലെങ്കിൽ ചിലപ്പോൾ 5 അധ്യായം വീതം ഇട്ട് കൊടുത്തിട്ട് അതിനകത്ത് ഉത്തരം എടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ഉത്തരം എഴുതി ഞങ്ങൾ പറയുക, അതിനെ കളക്ട് ചെയ്ത് അതിന് ശേഷം അതിന് ഞങ്ങൾ മാസത്തിൽ ഒരു പ്രാവശ്യം ഒരു വിന്നർ തിരഞ്ഞെടുക്കും. അങ്ങനെയാണ് ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത്. ഇതെല്ലാം തന്ന അനുഗ്രഹത്തിന് മാതാവിന്, പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ ഈ ചെറുതായെങ്കിലും ചെറിയ ഉപകാരങ്ങളും പ്രവർത്തനവും ചെയ്യുവാൻ എന്നെ അനുവദിച്ച ഞങ്ങളുടെ ഈ കൂട്ടായ്മയെ ഓർത്ത്, എൻ്റെ ജീവിതത്തെ ഓർത്ത് നന്ദിയോടെ ഓർക്കുന്നു. ദൈവം തന്ന അനുഗ്രഹങ്ങളെ ഒരിക്കൽ കൂടി മാതാവിന് മുമ്പിൽ സമർപ്പിക്കുന്നു. യേശുവെ സ്തുതി, യേശുവെ നന്ദി, യേശുവെ മഹത്വം.